60 പേരുടെ ജീവൻ തൻ്റെ ഒരു കയ്യിലും സ്വന്തം കുടുംബത്തിൻ്റെ ജീവൻ മറു കയ്യിലും ഇരിക്കുന്നു. തൊട്ടടുത്തായി നിന്ന് ഈ രാജ്യത്തെ ദ മോസ്റ്റ് വാണ്ടഡ് ഇൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ദ ഇൻവിൻസിബിൾ കില്ലർ അയാൾ കണ്ണുപോലും ചിമ്മാതെ അവനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ പോലീസ് നിൽക്കുന്നുണ്ട്. അവരോട് കില്ലർ ഇയാളാണ് എന്ന് വിളിച്ചു പറയണം എന്ന് അവന് തോന്നിയെങ്കിലും അതിനുള്ള ധൈര്യം അവനുണ്ടായില്ല. സത്യത്തിൽ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പോലീസിനോട് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയും അനിയത്തിയും രക്ഷപ്പെടും, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മരിക്കും. ഇതേ സമയം പോലീസുകാർ ഏകദേശം അജയൻ്റെ വൈഫിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കില്ലർ വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു, 30. അയാൾ അജയനെ നോക്കി. അയാൾ അപ്പോൾ എന്തോ പറയാൻ തുടങ്ങിയതും അജയൻ 2 കണ്ണും അടച്ചു. അവൻ തീരുമാനമെടുത്തതുപോലെ. കില്ലർ അത് കണ്ട് അയാളുടെ വിജയം പൂർണ്ണമായതുപോലെ പുറകിലേക്ക് അജയനെ നോക്കി നടന്നു മറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ അജയൻ്റെ അനിയത്തിയെയും അവൻ രക്ഷപ്പെടുത്തി. ആ 2 ഡിവൈസും അവരുടെ ദേഹത്ത് നൂരി മാറ്റിയപ്പോൾ തൊട്ടുപുറകിൽ നിന്ന് കുറേ ബീപ്പ് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടു തുടങ്ങിയതും പോലീസുകാരെല്ലാം ആ കാറിൻ്റെ ഭാഗത്തു നിന്നും ദൂരേക്ക് ഓടി. 2 കണ്ണും അടച്ചു തന്നെ നിന്നിരുന്ന അജയൻ്റെ വൈഫ് വലിച്ച് പോലീസിൻ്റെ പുറകെ ഓടി. പുറകിൽ നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഒരു തവണയല്ല, കൃത്യം 60 തവണ. പോലീസുകാർക്ക് ഓരോ ശബ്ദവും അവരുടെ മിഷൻ പാളിപ്പോയി എന്ന് അവരോട് വിളിച്ചു പറയുന്നതായി തോന്നി. അജയൻ്റെ ഭാര്യയും വൈഫയും തകർന്നു പോയിരുന്നു. കാരണം ആ 60 ശബ്ദം 60 മനുഷ്യർ പൊട്ടിത്തെറിച്ച ശബ്ദമാണ് എന്ന് അവർക്കും അറിയാമായിരുന്നു. സമയം കടന്നുപോയി. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അവിടെ ചുറ്റും നോക്കിയാലും ആ സ്റ്റേറ്റിലെ പോലീസ് മൊത്തം അവിടെ ഉണ്ടെന്ന് തോന്നും. മിലിറ്ററിയും മീഡിയയും ഒക്കെ അവിടെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കാര്യം അറിഞ്ഞു എന്നർത്ഥം. വീടിൻ്റെ വരാന്തയിൽ ഇരുന്നിരുന്ന അജയൻ ചുറ്റും കാണുന്ന വീടുകളിലേക്ക് നോക്കി. അതൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ താമസിച്ചിരുന്ന ഓരോ മനുഷ്യരും ഒരർത്ഥത്തിൽ താൻ കാരണം ഇപ്പോൾ ജീവനോടെ ഇല്ല. അജയൻ അപ്പോഴാണ് മനസ്സിലായത്, ആ കില്ലർ ഒരാളെ ടാർഗറ്റ് ചെയ്തല്ല അവിടെ വന്നത്. അങ്ങനെയാണ് അയാൾ പറഞ്ഞതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന 60 പേരും ആ ടാർഗറ്റ് തന്നെയായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ കിക്ക് മാത്രമായിരുന്നു അജയൻ. അജയൻ്റെ പേടിയും ഭയവും കാണുമ്പോൾ അയാൾക്കുണ്ടാവുന്ന സന്തോഷം, അത് മാത്രമായിരുന്നു അജയന് അയാൾ. അതിന് മാത്രമാണ് അജയനെ അയാൾ യൂസ് ചെയ്തത്. ഇത് കില്ലർ ഇൻ ദ സ്ട്രീറ്റ് സീരീസിൻ്റെ അവസാന വീഡിയോ ആണ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഓവറായതിനാൽ ദ ടെയിൽ എൻഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇറക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ കഥയുടെ വ്യക്തമായ എൻഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.